ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നോർമലി നമ്മൾക്ക് എല്ലാവർക്കും മേക്കപ്പ് ആക്കുന്നത് ഭയങ്കര ഇഷ്ടമല്ലേ. അതിപ്പോൾ സ്കൂളിൽ പോകുന്ന ചെറിയ പെൺകുട്ടികളായാലും ശരി, വടി കുത്തി നടക്കുന്ന ഉമ്മമായാലും ശരി. അപ്പോൾ ഞങ്ങൾ അടുത്ത പേരിൽ ഒരു കല്യാണം ഉണ്ടെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ 2 മണിക്കൂർ മുമ്പേ തുടങ്ങും മേക്കപ്പ് ആക്കാൻ. എന്നാലും ഞങ്ങൾ മേക്കപ്പ് തീരൂല. അപ്പം ഞാൻ ഇന്നൊരു ക്വിക്ക് മേക്കപ്പ് ആക്കി കാണിച്ചു തരാം. ഇത് റെഗുലറായിട്ട് നമുക്ക് ആക്കാൻ പറ്റും, അതും വിതൗട്ട് ഫൗണ്ടേഷനാണ്. ഇപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾ മേക്കപ്പ് ആക്കുന്ന മുമ്പ് നല്ല പാങ്ങിൽ ഫേസിലൊന്ന് വാഷ് ആക്കുക. എന്നിട്ട് ഞാനിവിടെ കുറച്ച് മോയ്സ്ചറൈസർ അപ്ലൈ ആക്കി കൊടുക്കുന്നുണ്ട്. എൻ്റെ നല്ല ഡ്രൈ സ്കിൻ ആയതിനെക്കൊണ്ട് ഞാൻ കുറച്ച് കൂടുതലായിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ആക്കി കൊടുക്കുന്നുണ്ട്. ഓയിൽ സ്കിൻ ആണെങ്കിൽ കുറച്ച് കുറവ് ക്വാണ്ടിറ്റിയിൽ മോയ്സ്ചറൈസർ അപ്ലൈ ആക്കി കൊടുക്കുക. നെക്സ്റ്റ് ഞാനിവിടെ സൺസ്ക്രീൻ അപ്ലൈ ആക്കുന്നുണ്ട്, കാരണം നല്ല വെയിലെല്ലാം ഉള്ളതല്ല, അപ്പോൾ സൺസ്ക്രീൻ മസ്റ്റായിട്ട് അപ്ലൈ ആക്കി കൊടുക്കുക. അപ്പോൾ ഞങ്ങൾ ഇന്ത്യൻ സ്കിന്നിൽ ഇപ്പോൾ പിഗ്മെൻറ്റേഷൻ എല്ലാം നല്ല കാണാൻ കിട്ടും. എൻ്റെ മുഖത്തും നല്ല പോലെ പിഗ്മെൻറ്റേഷൻ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം ഇല്ല. ഞാൻ അതിനുള്ള മരുന്നൊക്കെ ഹോം മെയ്ഡ് ആക്കിയിട്ടാണ് ഞാനതെല്ലാം റിമൂവ് ആക്കിയത്. നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതിൻ്റെ ടിപ്പ് വേണമെന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ഡൗൺ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പോൺസ് പൗഡർ അപ്ലൈ ആക്കി കൊടുക്കുന്നുണ്ട്. പോൺസ് പൗഡർ എന്നല്ല, ഏത് പൗഡർ ഞങ്ങളും അപ്ലൈ ആക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ കയ്യിലിട്ട് ഇങ്ങനെ ഒരു പൗഡർ പഫ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഞങ്ങളെ കൈയിൻ്റെ ബാക്കിലൊന്ന് മിനിമലാക്കിയിട്ട് എന്നിട്ട് വേണം ജസ്റ്റ് ഒന്ന് ടാബാക്കി കൊടുത്താൽ മതി ഫേസിലോട്ട്. അല്ലാതെ അങ്ങനെ കൊട്ടി വാരി തേക്കരുത്, ഒരുമാതിരി വെണ്ണൂറെല്ലാം തേച്ച പോലെ ഉണ്ടാവും. അപ്പോൾ പൗഡർ അപ്ലൈ ആക്കേണ്ട ഒരു ടെക്നിക്കാണിത്. അപ്പോൾ ഞങ്ങൾ ഫേസ് നല്ല നാച്ചുറലായിട്ട് കാണും. അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ആക്കി നോക്കുക. നെക്സ്റ്റ് ഞാനിവിടെ ഐ ഷാഡോ അപ്ലൈ ആക്കി കൊടുക്കുന്നുണ്ട്. ഒരു ബ്രൗൺ ഷെയ്ഡാണ് ഞാനിവിടെ അപ്ലൈ ആക്കി കൊടുത്തുള്ളത്. നിങ്ങളടുത്ത് ഐ ഷാഡോ ഇല്ലയെന്നുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട. നിങ്ങളടുത്ത് ഏത് ലിപ്സ്റ്റിക്കാണുള്ള അതിൻ്റെ ഒരു ഇച്ചിരി കയ്യിലാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് അപ്ലൈ ആക്കി കൊടുത്താൽ മതി. ബ്രൗൺ ഷെയ്ഡായാലും ഒന്നും കൂടി പാങ്ങുണ്ടാവും, ഒന്നും കൂടി നാച്ചുറലായിട്ട് കാണും ഞങ്ങൾക്ക്. അതാണ് ഞാൻ ബ്രൗൺ ഷെയ്ഡ് കൂടുതലായിട്ട് യൂസ് ആക്കുന്നത്. അപ്പോൾ നിങ്ങളടുത്ത് ഐ ഷാഡോ ഇല്ലയെന്നുണ്ടെങ്കിൽ ലിപ്സ്റ്റിക്ക് യൂസ് ആക്കുക, അത്ര തന്നെ. നെക്സ്റ്റ് ഞാനിവിടെ ഐബ്രോ ഫില്ലാക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ ബ്രഷിലാണ് ഐബ്രോ ഫില്ലാക്കി കൊടുക്കുന്നുള്ളത്. അപ്പോൾ നിങ്ങളടുത്ത് ബ്രഷില്ല പെൻസിലാണെന്നുണ്ടെങ്കിൽ പെൻസിലിൽ നിങ്ങൾ നല്ല പാങ്ങിൽ നല്ല വൃത്തിക്ക് ഐബ്രോ ഫില്ലാക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഐബ്രോ ഫില്ലാക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ഡൗൺ, ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ആക്കാം. ഓക്കെ. എന്നിട്ട് ഞാനിവിടെ കാജൽ അപ്ലൈ ആക്കി കൊടുക്കുന്നുണ്ട്. കാജൽ എനിക്കിഷ്ടം കാജലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഐലൈനർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഐലൈനർ അപ്ലൈ ആക്കി കൊടുക്കാം. ഞാൻ കാജൽ അപ്ലൈ ആക്കി കൊടുത്ത് ഇതുപോലെ ഒന്ന് സ്മഡ്ജ് ആക്കി കൊടുക്കും. നല്ലൊരു ഫിനിഷിംഗ് ആണ് ഇതിൽ കിട്ടുന്നത്. ഞങ്ങൾ നോർമലി ബ്രൈഡ്സിനെല്ലാം ഇതൊരു ടെക്നിക്ക്, ഇങ്ങനെയുള്ളൊരു ടെക്നിക്ക് യൂസ് ആക്കലുണ്ട്, കാരണം നല്ലൊരു ഫിനിഷിംഗ് ആണ് ഇതിൽ കിട്ടുന്നത്. അപ്പോൾ ഏതായാലും ഒന്ന് ട്രൈ ആക്കി നോക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ മസ്കറ അപ്ലൈ ആക്കി കൊടുക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം മസ്കറ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ലിപ്സ്റ്റിക്ക് അപ്ലൈ ആക്കി കൊടുക്കുന്നുണ്ട്. ലിപ്സ്റ്റിക്ക് ഞാൻ ഒരു എന്താ പറയുക, നല്ല ലൈറ്റായിട്ടാണ് ഞാൻ അപ്ലൈ ആക്കി കൊടുക്കുന്നത്. നല്ല ഡാർക്കിൽ ഞാൻ അപ്ലൈ ആക്കില്ല. റെഗുലറായിട്ട് നമ്മളിങ്ങനെ ആക്കുമ്പോൾ മേക്കപ്പ് ആക്കുമ്പോൾ ലൈറ്റായിട്ട് ലിപ്സ്റ്റിക്ക് അപ്ലൈ ആക്കി കൊടുക്കുന്നത് ഒന്നും കൂടി നല്ലതാണ്. കുറേ ഡാർക്ക് ആകുമ്പോൾ അതൊരു പാങ്ങില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏത് കളറാണോ ഇഷ്ടം അത് അപ്ലൈ ആക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു സിമ്പിൾ മേക്കപ്പ്. റെഗുലറായിട്ട് ഞങ്ങൾ ഫൗണ്ടേഷനും BB ക്രീമും എല്ലാം യൂസ് ആക്കുന്നതിനേക്കാളും നല്ലതാണ് ഇങ്ങനെ ഒരു നാച്ചുറലായിട്ട് മേക്കപ്പ് ആക്കുന്നത്. പെട്ടെന്ന് 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ആക്കാൻ പറ്റുന്നൊരു മേക്കപ്പാണ്. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ആക്കി നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.